അയോധ്യ രാമക്ഷേത്രം കൊള്ളയിലേക്ക് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ എത്തുന്നു. കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നു. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആരൊക്കെയാണെങ്കിലും, അതായത് വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയിൽ ഈ മഹാക്ഷേത്രത്തെ കൊണ്ടുചെന്ന് എത്തിച്ച് ചരിത്രപരമായ ഈ ഒരു സ്മാരകത്തെ കരിവാരി തേച്ച ആരെയും വെറുതെ വിടില്ല എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്. മാത്രമല്ല, ഈ ട്രസ്റ്റിൽ ഉൾപ്പെട്ട അവിടുത്തെ ജീവനക്കാരായ പലരും ഒത്തുചേർന്ന് ഉള്ള കളികളാണ് ഇതൊക്കെ തന്നെ. ഇവർ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഇത്തരം കൊള്ളകളും അതുപോലെ തന്നെ കപടതയും ഒക്കെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതോടെ ഈ ഒരു കേസിന്, ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനും വെട്ടിപ്പിനുമൊക്കെ പുതിയൊരു മാനം കൈവരികയാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ മഹാകുംഭമേളയുടെ സമയത്ത് ലക്ഷങ്ങളാണ് അയോധ്യ രാമക്ഷേത്രത്തിലടക്കം വന്നുപോയത്. ഈ അറസ്റ്റിലായ 8 പ്രതികളിൽ ചിലർ നേരത്തെയും മോഷണങ്ങൾ നടത്തിയിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. മാത്രമല്ല, ഈ കേസിൽ ഉൾപ്പെട്ട ഈ അളിയന്മാരായ, അതായത് സഹോദരി ഭർത്താവും അളിയനും ചേർന്ന് നടത്തിയ തട്ടിപ്പുകൾ ഒക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇതൊരു കൂട്ടുകച്ചവടമാണ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കുംഭമേള നടക്കുമ്പോൾ ക്ഷേത്രത്തിലെ വഴിപാടുകളിലും സംഭാവനകളിലും വൻ വർധനയുണ്ടായി. പ്രതികൾ ഈ അവസരം മുതലെടുത്ത് വലിയ മോഷണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അവിനാശ് ശുക്ല, അനുകൽപ് മിശ്ര, ലവ്കുഷ് മിശ്ര, മനീഷ് കുമാർ യാദവ്, കരുണേഷ് പാണ്ഡെ, രമാശങ്കർ മിശ്ര, സുഭാഷ് ശ്രീവാസ്തവ, രാംശങ്കർ യാദവ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 8 പ്രതികളും ഗൂഢാലോചനയിലും മോഷണത്തിലുമടക്കം പങ്കാളികളാണ് എന്ന് പോലീസ് പറയുന്നു. ഏറ്റവും കൂടുതൽ പണം കവർന്നത് അളിയന്മാരായ അനുകൽപ് മിശ്രയും ലവ്കുഷ് മിശ്രയും ചേർന്നാണ്. ഇവർ അളിയന്മാരാണ്. അളിയന്മാർ ചേർന്ന് ഒരു കൂട്ടുകച്ചവടമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ പണം ഉപയോഗിച്ച് ഇരുവരും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി. ഇവരുമായി ബന്ധമുള്ള 1/2 ഡസനിലധികം സ്വത്തുക്കൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും സ്വത്തുവകകളും പരിശോധിക്കാൻ അയോധ്യ പോലീസ് ആദായനികുതി വകുപ്പിന്റെ സഹായം തേടുന്നുണ്ട്. പണത്തിന്റെ ഉറവിടവും സാമ്പത്തിക ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ അയോധ്യ പോലീസ് EDക്ക് പ്രത്യേകം കത്തെഴുതും. മാത്രമല്ല, ഈ ലവ്കുഷ് മിശ്രയുടെ 1 കോടിയിലധികം രൂപ വില വരുന്ന വലിയ കെട്ടിടം, വീട് ഇടിച്ചു നിരത്താനുള്ള ബുൾഡോസർ നടപടിക്കുള്ള സാധ്യതയുമുണ്ട്. അതും വാർത്തകളായി പുറത്തു വരുന്നുണ്ട്. കാരണം ഈ അയോധ്യയിൽ ജോലിക്ക് കയറിയതിൽ പിന്നെയാണ് ഈ ലവ്കുഷ് മിശ്ര എന്ന വ്യക്തി 1 കോടി രൂപയിലധികം വില വരുന്ന ഈ ഒരു വീട് പണിതത്. വീട് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി സ്വത്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്കും കാര്യങ്ങൾ എത്തും. അടുത്ത നടപടി അതായിരിക്കും. ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ, അതുപോലെ വേണ്ടി വന്നാൽ CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ കേസിൽ അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് ഉത്തർപ്രദേശ് സർക്കാരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ തന്നെ പറയുന്നത്. ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അതേതുമാകട്ടെ, ക്ഷേത്രമാകട്ടെ, മറ്റേത് സ്ഥാപനവുമാകട്ടെ, ആ സ്ഥാപനത്തെ തട്ടിക്കുകയും വെട്ടിക്കുകയും ഒക്കെ ചെയ്ത് ഇത്തരത്തിൽ തടിച്ചു കൊടുക്കുന്നത് ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്ന് തന്നെയുള്ള മാതൃകാപരമായ നടപടിയാണ് ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്.